രാജസ്ഥാൻ വേഴ്സസ് SRH. രാജസ്ഥാൻ വേഴ്സസ് SRHൽ രണ്ട് യങ് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള മത്സരമാണ്. ഇഷാൻ കിഷൻ വേഴ്സസ് റിയാൻ പരാഗ്. അപ്പം ഇവരുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. റിയാൻ പരാഗ് അദ്ദേഹം ബാറ്റിങ്ങിൽ ഫോം ഔട്ട് ആണെങ്കിലും ക്യാപ്റ്റൻ കഴിഞ്ഞ മത്സരത്തിൽ ലോ സ്കോർ ആയിട്ട് പോലും അവർ എതിർ ടീമിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പം റിയാൻ പരാഗ് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. റിയാൻ പരാഗിൻ്റെ തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, അത് വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ പിന്നെ ഒരു ബാറ്റർ എന്ന രീതിയിലുള്ള ഫോം ഔട്ട് മറികടന്നാൽ അദ്ദേഹം ഒരു ക്യാപ്റ്റൻസിയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്താണെങ്കിൽ ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിലെ പിന്നെ SRHൻ്റെ ബോളിംഗ് നിര പോരാ എന്നുള്ള ഇടത്തു നിന്നും SRH ഈ IPL ഏറ്റവും മികച്ച ബോളേഴ്സുള്ള ടീം എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ടീമായി മാറിയിരിക്കുകയാണ്. എങ്കിൽ കൂടിയും അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ ജയിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ ഇതിൽ SRHനോടൊപ്പം നിൽക്കുകയാണ് ഈ മത്സരത്തിൽ. കുറച്ചുകൂടി പിന്നെ ഈ ടോപ്പ് ഓർഡർ പൊളിഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം തുടക്കം മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ സമീപകാല ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കുറേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വൈഭവ് വീണാൽ, യശസ്വി ജയ്സ്വാൾ വീണാൽ, ജുറൈൽ വീണ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവർക്ക് 200-ലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ സൺറൈസേഴ്സ് നല്ല ഫോമിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് അവരുടെ പിന്നെ ഓറഞ്ച് ക്യാപ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൻഡ്രിക്സ് ക്ലാസൻ അതിലുണ്ട്, അഭിഷേക് ശർമ്മ മത്സരത്തിൽ കളിക്കൂ. അതെ, പാറ്റ് കമ്മിൻസ് തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വൈഭവ് സൂര്യവംശിക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും രാജസ്ഥാൻ എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി കണ്ടെത്തിയേ മതിയാവും. സോ ഈ മത്സരത്തിൽ ഞാൻ സൺറൈസേഴ്സിനൊപ്പം നിൽക്കുന്നു.